നമ്മളെയൊക്കെ ഈ കൊച്ചു ശരീരത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കക്കൂസി പോകാനൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല. അതിനി ആണായാലും പെണ്ണായാലും ആരായാലും കക്കൂസി പോകണമെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ചെറിയൊരു ചിന്തയായിരിക്കും, വെറുതെ നമുക്കൊന്നും ഉണ്ടാവില്ല. നമ്മളെ ഉള്ളിൽ ഇങ്ങനെ എനിക്കൊന്ന് പോകണമല്ലോ എന്നൊരു ജസ്റ്റ് ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഒരു ഉള്ളിൽ കിടന്ന ഒരു പരിഭ്രാന്തിയിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് കാണിക്കുന്നത് നമുക്കൊരു ബോധം ഉണ്ടാവില്ല. തലകാല ബോധമൊന്നും ഇല്ലാതെ വരുന്ന ഒരു അതിഥിയാണിത്. അപ്പം ഈ ഒരു അതിഥിയുടെ ഒരു ഉൾവിളി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. അങ്ങനെ ഒരു യാന്ത്രികമായിട്ടുള്ള പ്രവൃത്തി കുറച്ച് ദിവസം മുന്നേ നമ്മളെല്ലാവരും കണ്ടായിരുന്നു അല്ലേ. അവർ ചെയ്തത് അത്ര വലിയൊരു അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ബസ് ഡ്രൈവർക്ക് മാന്യമായ അവരുടെ ഭാഗത്തും 100% അവരുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറയുന്നില്ല. അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബാത്റൂം എമർജൻസി ആണെങ്കിൽ അവർക്ക് കണ്ടക്ടറോടോ ഡ്രൈവറോടോ പറയായിരുന്നു. പക്ഷെ അവർ പറഞ്ഞില്ല. അത് അവരുടെ മിസ്റ്റേക്ക് ആണ്. രണ്ടാമത്തെ കാര്യം, അവരൊരു ഗ്ലാസ് പൊട്ടിച്ചെന്ന് പറയുന്നു. അത് അത്ര വലിയ എന്താണ് അത്ര വലിയ ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് അത്ര വലിയ പൊലിപ്പിച്ച് അങ്ങനെ ഫൈനിട്ട് 25,000 28,000 ഒക്കെ ഫൈനിട്ടെന്ന് പറഞ്ഞു. അത്ര വലിയ ഫൈനിട്ട് അങ്ങനെ വലിയൊരു മാരകമായിട്ടുള്ളൊരു കുറ്റമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പൊതുമുതൽ നശിപ്പിച്ചതാണ് കുറ്റമായിട്ട് പറയുന്നത്. ഇതിനേക്കാൾ വലിയ പൊതുമുതൽ നശിപ്പിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കി നിയമസഭ തന്നെ അടിച്ചു തകർത്തവന്മാരൊക്കെ അവിടെ മന്ത്രിയായിട്ടിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ചെയ്ത അത്ര വലിയൊരു അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വെച്ചില്ല, ഞാനിട്ടുന്ന തട്ടമാണോ അവരുടെ പ്രശ്നം, ഞാൻ വെച്ചിരുന്ന ഹെഡ്സെറ്റ് ആണോ അവരുടെ പ്രശ്നം, അതൊക്കെ വെറും ഊളത്തരമായി പോയി കേട്ടോ. ഓക്കെ, വെറും ഊളത്തരം എന്ന് പറയുന്നത് വെറും എന്താണ് പറയുന്നത്, വെറും 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 നാറിയ ഡയലോഗായിപ്പോയി. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ അതിനെ ഒരു ന്യായീകരിക്കാൻ വേണ്ടി എൻ്റെ തട്ടമാണോ എൻ്റെ തലയണയാണോ എൻ്റെ അത് ആ പറഞ്ഞ ഡയലോഗിനോട് എനിക്ക് വിയോജിപ്പോ.